നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വിനോദ് മാത്യു 24-നോട്. നാളെ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ തേടും. കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരിടമുണ്ട്, കോൺഗ്രസുമായി സഖ്യത്തിന് താല്പര്യമില്ല എന്നും വിനോദ് മാത്യു പറഞ്ഞു. പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചത് 3 ഇടങ്ങളിലാണ്. ഇനി ആം ആദ്മി പാർട്ടിക്ക് മുൻപിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പും. അതിന്റെ ഒരുക്കങ്ങൾക്ക് കൂടിയാണ് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ വിനോദ് മാത്യു ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ഇനി ആം ആദ്മി പാർട്ടിയുടെ മറ്റു തീരുമാനങ്ങൾ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഈ ഡൽഹി സന്ദർശനത്തിന്റെ ഒരു ഉദ്ദേശം? നിയമസഭാ ഇലക്ഷൻ 26 ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ഉദയം ഉണ്ടാവുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അത്തരത്തിൽ കേരളത്തിൻ്റെ മൊത്തം ഒരു പൊളിറ്റിക്കൽ സെനാരിയോ മാറുന്നൊരു ഇലക്ഷൻ കൂടിയാണ്. അവിടെ ആം ആദ്മിയുടെ പ്രാധാന്യം, പ്രയോറിറ്റി ഉണ്ടാകണം എന്നുള്ള റിക്വസ്റ്റ് നാഷണൽ ലെവലോട് വെക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നാലും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാക്കളാരും സംസ്ഥാനത്ത് വന്നിട്ടില്ല, പ്രചാരണത്തിന്റെ ഭാഗമായിട്ടില്ല. എന്നിരുന്നിട്ട് കൂടി 3 ഇടങ്ങളിൽ ജയിക്കുന്നു. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ കാര്യമായി വേണമെന്ന ആവശ്യം എന്തായാലും മുൻനിർത്തുമെന്നാണ്. അവർ വരാതെ ഞങ്ങൾ 3 സീറ്റ് ചെറിയ വിജയമാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അപ്പോൾ അവർ വന്നാൽ അല്ലേ അസംബ്ലിയിൽ സീറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗോവയെ പോലെയും പഞ്ചാബിനെ പോലെയൊക്കെ അധികമായി ആം ആദ്മി പാർട്ടിക്ക് വേരോട്ടമുള്ള, ആം ആദ്മി പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോഴും കേരളത്തിലുണ്ട്. നാഷണൽ കമ്മിറ്റി അരവിന്ദ്ജിയെ പോലെ ഒരു നാഷണൽ ലീഡർ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും മനുഷ്യർ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ലീഡറും അദ്ദേഹത്തിൻ്റെ ടീമും കൂടെ ഒന്ന് കൈവച്ചാൽ നിയമസഭയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടി കഴിയുമെന്നുള്ള വിശ്വാസം പൂർണ്ണമായും എനിക്കുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എത്ര സീറ്റുകളിൽ മത്സരിക്കണം, എവിടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 140 സീറ്റിൽ മത്സരിച്ചാൽ മാത്രമല്ലേ ഞങ്ങൾക്കൊരു പ്രകടന പത്രിക ഇറക്കാൻ കഴിയുള്ളൂ, ഞങ്ങളെ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ആക്ഷേപം എന്താണ്, വോട്ട് സ്പ്ലിറ്റ് ചെയ്യാന്നൊക്കെ ആക്ഷേപം പറഞ്ഞു വരട്ടെ. അപ്പോൾ 140 സീറ്റിൽ മത്സരിക്കാൻ പാർട്ടി സജ്ജമാണ്, തയ്യാറാണ്. കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുണ്ട്, LDF എന്നുള്ള മുന്നണിയുണ്ട്. അപ്പോൾ ആം ആദ്മി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കായിരിക്കുമോ അല്ലെങ്കിൽ ഒരു അലയൻസ് ആ രീതിയിലേക്ക് നോക്കുന്നുണ്ടോ? അതിന്റെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ? അല്ല, അലയൻസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചത് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളതാണ്. ഇനി അലയൻസിലേക്ക് ഉണ്ടെങ്കിൽ, ഇന്ത്യ സഖ്യത്തിന് അലയൻസിലേക്ക് വന്നാൽ കോൺഗ്രസുമായിട്ട് അലയൻസ് ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അത് ഒരു സാധ്യതയുമില്ല. തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുകൂല തീരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും മത്സര രംഗത്തേക്ക് സജീവമാകാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.